നമസ്കാരം. 1BN ന്യൂസിലേക്ക് വിശദമായി. നെന്മാറ ഇരട്ടക്കൊലക്കേസ് നാളെ വീണ്ടും പരിഗണിക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതി ചെന്താമരയെ നാളെ ഓൺലൈനായി ഹാജരാക്കും. ചെന്താമര മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനാൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണ്. ആ കേസിൽ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരമാവധി ശിക്ഷ നൽകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത്, തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കണം. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ വാദത്തിന് ശേഷവും ഡെത്ത് പെനൽറ്റി ഉണ്ടാവുന്നുള്ള ആത്മവിശ്വാസമാണ്. ഉറപ്പായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് എല്ലാം വാദങ്ങൾ മുൻപിൽ വെച്ചിട്ടുള്ളത്. അയാൾ ഒരു പ്രായം മാത്രമേ അയാൾക്ക് ഒരു ആനുകൂല്യമായിട്ടുള്ളൂ. അതല്ലാതെ ബാക്കിയൊന്നുമില്ല. റിപ്പോർട്ട് അതിനെ ബാധിക്കൂ? ഏത് മിറ്റിഗേഷൻ റിപ്പോർട്ട് ഇല്ല, അതൊന്നും വരാൻ, അതും ഒരു കൺസിഡറേഷൻ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കോടതിക്ക്. രണ്ടാമത്തെ പ്രാവശ്യം റിപ്പോർട്ട് വരുത്തി. കാരണം എല്ലാം കേസും സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസും വരുത്തി. രണ്ടാമത്തെ കേസിലും പറയുന്നത് അയാൾക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷാരിഖ്, ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത് നാളെ ഈ വിധി ഉണ്ടാവുകയില്ല എന്നുള്ളതാണല്ലോ ഷാരിഖ്? ഉമേഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ കോടതിയിലെ ലൈസൻസ് ഓഫീസറുടെയും അതുപോലെ തന്നെ ഈ അഭിഭാഷകരുടെയും ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അത്തരത്തിൽ തന്നെയാണ്. അതായത് നാളെ ഈ ചെന്താമര ഇരട്ടക്കൊലപാതക കേസിലുള്ള നാളെ ഈ ശിക്ഷയിലുള്ള വാദം തുടരുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ വാദം എന്ന് വെച്ചാൽ അതായത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു റിപ്പോർട്ട് നാളെ സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഇന്ന് സമർപ്പിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുകയാണെങ്കിൽ ഈ വധശിക്ഷ ചെന്താമരയ്ക്ക് നൽകുന്നതിനെ കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതിനെ തുടർന്നുള്ള കൗൺസിലിംഗ്, അതായത് ജില്ലാ ജയിൽ മലമ്പുഴയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇന്നലെയും നടന്നു, അത് ഇന്നും നടക്കും. അപ്പോൾ ഈ കൗൺസിലിംഗിന് ശേഷമായിരിക്കും നാളെ ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കോടതി കടക്കുക. അടുത്ത ദിവസങ്ങളിലായി തന്നെയാണ് ഇരട്ടക്കൊലപാതക കേസിലുള്ള ശിക്ഷാവിധി ഉണ്ടാവുക. ഏതായാലും നാളെ ചെന്താമരയുടെ ശിക്ഷാവിധി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഷാരിഖ് നവാസ്. അതിവേഗ റെയിൽ അത്ര വേഗം വേണ്ട. മെട്രോമാൻ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി അപ്രായോഗികം എന്ന വിലയിരുത്തലിൽ സർക്കാർ. പദ്ധതി അതേ രൂപത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. 23 സ്റ്റേഷനുകൾ, 200 കിലോമീറ്റർ വേഗത, 473 കിലോമീറ്റർ ദൂരം. ഇതായിരുന്നു ശ്രീധരൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി. മെട്രോമാന്റെ പദ്ധതിക്ക് അതേ രീതിയിൽ പച്ചക്കൊടി കാട്ടുന്നില്ല വിദഗ്ധ സമിതി. ഘടനയിലും സാമ്പത്തിക നിർദ്ദേശങ്ങളിലും മാറ്റം ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്രൗഡ് ഫണ്ടിംഗ് സാധ്യമാകുമോ എന്ന സംശയമാണ്. ശ്രീധരൻ മുന്നോട്ട് വെച്ചത് 40% ക്രൗഡ് ഫണ്ടിംഗ് ആണ്. 24,000 കോടി പിരിഞ്ഞു കിട്ടേണ്ടതുണ്ട്. സ്റ്റേഷനുകളടക്കം കൂടുതൽ ലാഭത്തിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. വിശദമായ പാരിസ്ഥിതിക പഠനം ആവശ്യമാണ്. അലൈൻമെന്റും ഫണ്ട് മോഡലും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. മിഷൻ സമുദ്രയുമായി ചേർത്ത് വിഴിഞ്ഞത്തേക്ക് അതിവേഗ റെയിൽ നീട്ടണമെന്നും ശുപാർശയുണ്ട്. അതിനാൽ തന്നെ വിശദമായ പഠനം ആവശ്യമെന്നാണ് സർക്കാർ നിലപാട്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിന്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശയിൽ പറയുന്നു.
മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പുകളിലും മാറ്റം വേണം. കെ റെയിൽ പോലെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകാൻ ഇടയില്ല. സ്ഥലമേറ്റെടുപ്പ് ബുദ്ധിമുട്ടാകില്ല. ഇ ശ്രീധരന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ 60,000 കോടിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 24 തിരുവനന്തപുരം. നവകേരള യാത്രയ്ക്കിടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്കൊരുങ്ങി സർക്കാർ. നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും തീരുമാനമെടുക്കുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് പരാതിക്കാർ. UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും സർക്കാർ നടപടികളെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുന്നതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. ഗവൺമെന്റിന്റേതായ ഒരു രീതി ഉണ്ടാവും. കഴിഞ്ഞ LDF സർക്കാർ തുടർന്ന് അതേ രീതിയിൽ പോകാൻ ഈ സർക്കാരിന് കഴിയില്ലല്ലോ. അപ്പോൾ DGP റാങ്കിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന സീനിയോറിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം ഗവൺമെന്റിനുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വൈകുന്നതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അതാണ്. പിന്നെ ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പൊളിറ്റിക്കൽ ക്രിമിനലാണ് എന്നുള്ളത്, കാക്കിയുടെ ഒരു ക്രിമിനലാണ്. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവണം. അത് കേരളത്തിലെ പൊതുവികാരമാണ്. നടപടി വൈകുന്നതിനെ സാങ്കേതിക കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങൾക്കും വിമർശനം. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ല, നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോ അത് വഴിയിലായി. അടുത്ത ദിവസം DGPയെ നേരിൽ കാണാനാണ് പരാതിക്കാരുടെ തീരുമാനം. 24 ആലപ്പുഴ. വിഴിഞ്ഞ ഓഹരി കൈമാറ്റം സംബന്ധിച്ച ആക്ഷേപങ്ങളെ CPM-ലെ തർക്കങ്ങൾ ആയുധമാക്കി നേരിട്ട് മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ മറുപടി കിട്ടിയെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ശരീരഭാഷയെക്കുറിച്ചുള്ള P. രാജീവിന്റെ വിമർശനത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ച് തള്ളി. BJP-യിലെ ഫണ്ട് വെട്ടിപ്പിൽ പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഓഹരി കൈമാറ്റത്തിൽ CPM-ൽ ഉടലെടുത്തിരിക്കുന്ന ഭിന്നത രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നതിന്റെ സൂചനയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD-യെ മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ. വിഴിഞ്ഞത്തിലെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ. ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ U-turn എന്ന് പറഞ്ഞില്ല. ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഹനിക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഡീൽ നടത്തിയ പരിചയം കൊണ്ടാണോ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കൺസെഷൻ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്. കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തു. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? അത്? മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ശരീരഭാഷയാണെന്ന P. രാജീവിന്റെ വിമർശനത്തിനും VD സതീശൻ മറുപടി പറഞ്ഞു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിയുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല എൻ്റെ ശൈലി. ഗവൺമെന്റ് പീഡന നിയമനത്തിൽ മുൻ SFI AVP നേതാക്കളുടെ ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി തള്ളി. നിയമന വിവാദത്തിൽപ്പെട്ട 2 പേരും ലോയേഴ്സ് കോൺഗ്രസ് അംഗങ്ങളാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഹിന്ദു ഐക്യവേദി നേതാക്കൾ തന്നെ കണ്ടതിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. ആറന്മുള വിമാനത്താവള പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ പ്രവർത്തകർ ഉന്നയിച്ച ആശങ്കയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. സർക്കാർ നിയമനങ്ങളിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട ആശങ്ക ബോധ്യപ്പെടുത്തുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു.
ഇപ്പം നിലവിൽ സർക്കാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ കൈഷുകാരുടെയും യൂത്ത് കോൺഗ്രസ് ആളുകളുടെയും ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലേക്കകം അദ്ദേഹത്തെ നേരിട്ട് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ടപ്രകാരം എജിയുടെ ലിസ്റ്റിൽ നിന്നാണ് പ്ലീഡർമാരെ നിയമിക്കേണ്ടതെന്നും കോൺഗ്രസ് പോഷക സംഘടന നൽകിയ ലിസ്റ്റിൽ നിന്ന് അഭിഭാഷകരെ നിയമിച്ചത് ഭരണഘടനാ ലംഘനമെന്നും മുൻ നിയമമന്ത്രി പി രാജി. യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചിട്ടുള്ളത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പ്രകാരമാണ് എന്നൊരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഈ 2 പേരുണ്ട്. ആ ലിസ്റ്റിൽ നിന്നല്ലാതെ ഞങ്ങൾ വേറെ ആൾ എടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എജിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്നതിന് അടിയിലല്ല ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പൊ തീരുമാനത്തിന്റെ അടിസ്ഥാനം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റാണ് എന്ന് ഭരണഘടനാ പ്രകാരം പ്രീതിയോ പ്രത്യേകമായ താല്പര്യമോ ഇല്ലാതെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരാൾ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം വിഷയത്തിൽ ഒറ്റയ്ക്ക് സമരം നടത്താനുള്ള CPI തീരുമാനത്തിനെതിരെ INLും രംഗത്ത്. CPIയുടേത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലപാടെന്ന് മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ 24നോട് പറഞ്ഞു. LDF ഉണ്ടാക്കിയ പാർട്ടിയാണ് CPI എന്നാണ് വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയേ മതിയാകൂ എന്ന CPI നിലപാട് പരസ്യമായി പറഞ്ഞതോടെയാണ് തുടക്കം. CPIയുടെ ആവശ്യം CPM നിരാകരിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി. എന്നാൽ വിഴിഞ്ഞം ഓഹരി നടപടി വിഷയത്തിൽ അത് കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് മുന്നണിയിൽ സൃഷ്ടിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുന്നണി നേതാക്കളും സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഉയർത്തിയ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ നീക്ക വിഷയത്തിൽ ഒരുമിച്ചുള്ള സമരത്തിന് ഇല്ലെന്നതാണ് CPIയുടെ നിലപാട്. സ്വന്തം നിലയിൽ CPI സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെയാണ് INL പരസ്യമായി രംഗത്തെത്തിയത്. INL ദേശീയ സെക്രട്ടറിയും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ അതിരൂക്ഷമായാണ് 24നോട് പ്രതികരിച്ചത്. മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ഒറ്റക്കൊറ്റക്ക് സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നണിയെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിൽ എന്തൊരു പ്രശ്നവും മുന്നണിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുള്ള എജിറ്റേഷനിലേക്ക് നീങ്ങേണ്ടത്. ഒന്നിച്ച് നിന്ന് ഉണ്ടാക്കുന്ന ആ ഐക്യം ഒരിക്കലും വിഘടിച്ച് നിന്നാൽ ഉണ്ടാവുകയില്ല എന്നൊരു വസ്തുതയാണ്. INL കൂടാതെ RJD ഉൾപ്പെടെയുള്ള വിവിധ ഘടകകക്ഷികൾ പരസ്യമായും രഹസ്യമായും CPIക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇതിനെതിരെ രൂക്ഷമായ മറുപടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയത്. ഇടതുമുന്നണി ഉണ്ടാക്കിയ പാർട്ടിയാണ് CPI എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ബിനോയ് വിശ്വം. മുന്നണി ഇല്ലാതാക്കാൻ വേണ്ടി ഒരിക്കലും CPI ഒന്നും ചെയ്യില്ല. ഈ മുന്നണി CPI ഉണ്ടാക്കിയതാണ്. അത് RJDക്കും അറിയാം. RJDയോട് INLനോട് അടക്കമുള്ള എല്ലാ പാർട്ടികളോടും ഏറ്റവും അടുത്ത സൗഹാർദ്ദ ബന്ധം CPIക്കുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. ഏതായാലും CPIയുടെ വിഴിഞ്ഞം സമരം ഇടതുമുന്നണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. എന്നാൽ CPIക്കൊപ്പം നിൽക്കാൻ മുന്നണിയിലെ ഘടകകക്ഷികൾ ആരുമില്ലെന്നതാണ് ഇതിൽ നിർണായകം. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ പോരാട്ടത്തിന് പിന്തുണയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കേരളത്തിലേക്ക്. കൊച്ചിയിൽ മോഹൻലാലിനൊപ്പം പരിപാടിയിൽ സി ജോസഫ് വിജയ് പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ടൂഫാൻ ദ നാർക്കോ ഹണ്ടിന് സി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ചെന്നൈയിൽ സി ജോസഫ് വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ഞങ്ങൾ അരമണിക്കൂറിലേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തുഫാൻ അദ്ദേഹം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. വളരെ അനുകൂലമായൊരു അന്തരീക്ഷമാണ്. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടി, കേരള മുഖ്യമന്ത്രി VD സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തയ്യാറായതിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മൂട്ടോളിയിൽ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ അപകടം. ഒരാൾ മരിച്ചു. പാലത്ത് സ്വദേശിയായ സിറാജാണ് മരിച്ചത്. അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട് കോഴിക്കോട്. നജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, അല്പസമയം മുൻപാണ് കോഴിക്കോട് പാലത്തിൽ സ്വദേശിയായ സിറാജ് മരണപ്പെട്ടത്. ഈ മാൻഹോളിൽ
വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. കൂടെ ഉണ്ടായിരുന്ന പാലത്ത് സ്വദേശിയായ സുനിലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സുനിലിന്റെ അവസ്ഥ ഗുരുതരമാണ്. ഇന്ന് 11:30 ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. മൂഴിക്കര സ്വദേശിയായ സാഹിദിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഈ ബിൽഡിംഗിൽ ഇവർ നിർമ്മിച്ച വാട്ടർ ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നതിനിടയിലാണ് ഇവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. ഈ ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഇരുവർക്കും. സംഭവം അറിഞ്ഞ പരിസരത്തുണ്ടായിരുന്നവർ ഇവരെ പുറത്ത് ഇറക്കാൻ വേണ്ടി, അതായത് വാട്ടർ ടാങ്കിനുള്ളിലായിരുന്നു ഇവർ, അവിടെ നിന്നും പുറത്തിറക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് വെള്ളിമാട് ഫയർഫോഴ്സ് യൂണിറ്റിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇവരെ പുറത്ത് എത്തിച്ചത്. തുടർന്ന് ഉടനെ തന്നെ ഇരുവരെയും സമീപത്തുള്ള പ്രാഥമിക ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുമ്പോഴേക്കും ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ പരിക്കേറ്റ ആളുടെ നില, അതായത് പരിക്കേറ്റ സുനിൽ പാലത്ത് സ്വദേശിയാണ്, കോഴിക്കോട് തന്നെയുള്ള പാലത്ത് സ്വദേശിയാണ്. ഈ സുനിലിന്റെ നില ഇപ്പോൾ ഗുരുതരമാണ്. പക്ഷെ സിറാജ് അല്പസമയം മുൻപാണ് മരണപ്പെട്ടത്. ഉന്മേഷ്. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കാൻ പ്രത്യേക ഡാഷ്ബോർഡ് സ്ഥാപിക്കും. അതിനിടെ ഈ മാസം 12 ഒമാൻ തീരത്തെ കപ്പലാക്രമണത്തിൽ കാണാതായി ഇന്ത്യൻ നാവികൻ മരിച്ചുവെന്ന് സ്ഥിരീകരണം. പേർഷ്യൻ ഗൾഫ്, ഹോമുസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നാവികരുടെ തത്സമയ നിരീക്ഷണമാണ് കേന്ദ്രം ഓപ്പറേഷണൽ ഡാഷ്ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണെന്ന് പതാക പരിഗണിക്കാതെ എല്ലാ കപ്പലുകളിലുമുള്ള ഇന്ത്യൻ നാവികരുടെ വിവരം ലഭ്യമാക്കും. അമേരിക്കയുടെയും ഇറാനിൻ്റെയും ആക്രമണങ്ങളിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കപ്പലുകളിലുള്ള 8 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. കപ്പലിൻ്റെ സ്ഥാനം, ഉടമസ്ഥാവകാശം, ജീവനക്കാരുടെ എണ്ണം, ഭീഷണി വിലയിരുത്തൽ, അടുത്ത തുറമുഖം, സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഡാഷ്ബോർഡ് നൽകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോണോവാളിന്റെ നേതൃത്വത്തിൽ ചേർന്ന അന്തർമന്ത്രാലയ അവലോകന യോഗത്തിലാണ് തീരുമാനം. അപകടത്തിൽപ്പെടുന്ന നാവികരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഇനി മുതൽ പ്രത്യേക ലൈസൻസ് ഓഫീസർമാർ ഉണ്ടാകും. അതിനിടെ ഈ മാസം 12 നടന്ന ആക്രമണത്തിൽ GFS ഗാലക്സി എന്ന കപ്പലിൽ നിന്ന് കാണാതായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടെന്ന് കുടുംബം സ്ഥിരീകരിച്ചു. പൂനെ സ്വദേശി ഹേരം കർമാക്കറാണ് മരണപ്പെട്ടത്. ഒമാൻ തീരത്ത് വെച്ചായിരുന്നു ആക്രമണം. 24 ഡൽഹി. ഫിഫ ലോകകപ്പ് സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് വമ്പൻ പോര്. രാത്രി 12:30 അറ്റ്ലാന്റയിലാണ് മത്സരം. ലോക കിരീടം നിലനിർത്തുന്ന 3ാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന അർജന്റീന 1966 ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ വീട്ടിലെത്തിക്കാൻ ഇംഗ്ലണ്ട്. വെറുമൊരു മത്സരത്തിനപ്പുറം രാഷ്ട്രീയവും യുദ്ധവും പ്രതികാരവുമെല്ലാം സമ്മിശ്രം ചാലിച്ച ക്ലാസിക് പോര്. അറ്റ്ലാന്റയിൽ ഇന്ന് തീപാറും. ലോകകപ്പിൽ ഇതുവരെ കണ്ടത് ലോക ചാമ്പ്യന്മാരുടെ നിഴൽ മാത്രം. കെട്ടുറപ്പില്ലാത്ത പ്രതിരോധ നിര, കളിമറക്കുന്ന മധ്യനിര, സർവത്ര കുഴപ്പം. ഇതിനെല്ലാം മറികടക്കുന്ന എക്സ് ഫാക്ടർ ലിയോണൽ മെസ്സി. ഇംഗ്ലണ്ടിനെതിരെ ഇതുവരെ കളിച്ച കളി പോരാ, ഉണർന്ന് കളിച്ചേ മതിയാകൂ. 6 മത്സരങ്ങളിൽ 17 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 6 അതിൽ 5 അവസാന 3 ലൗട്ടാരോ മാർട്ടിനസും അൽവാരസും ഗോളടിച്ച് തുടങ്ങിയതും അവസാന മിനിറ്റുകളിലെ തിരിച്ചുവരവുകളുമാണ് കലോണിയുടെ പ്രതീക്ഷ. പ്ലേയിങ് 11-ൽ ഇന്ന് മാറ്റങ്ങൾ ഉറപ്പ്. തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിൻ്റെയും വരവ്. ക്രൊയേഷ്യ തകർത്ത് തട്ടുപൊളിപ്പൻ തുടക്കം. നോക്കൌട്ടിലും പ്രീ ക്വാർട്ടറിലും പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്നപ്പോൾ കണ്ടത് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇംഗ്ലീഷ് വീര്യം. ഗോളടിച്ചു കൂട്ടുന്ന നായകൻ ഹാരി കെയ്ൻ. മധ്യനിരയിൽ കളി മെനയുന്നതിനൊപ്പം പിഴയ്ക്കാത്ത ഷോട്ടുകളുമായി ജൂഡ് ബെല്ലിംഗാം. 6 ഗോൾ വീതം നേടിയ കെയ്നും ബെല്ലിംഗാമും ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും പിന്നാലെയുണ്ട്. പകരക്കാരുടെ നിരയും സുസജ്ജം. പ്രതിരോധമാണ് ഇംഗ്ലണ്ടിൻ്റെയും പ്രശ്നം. 13 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് 6. ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 5 തവണ. 3 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീനയ്ക്കൊപ്പം 2 ജയം. ഏറ്റവും ഒടുവിൽ 2002 ലോകവേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡേവിഡ് ബെക്കാമിന്റെ ഗോളിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറി. 7ാം തവണയാണ് അർജന്റീന ലോകകപ്പ് സെമിയിലെത്തുന്നത്. 6ലും ജയിച്ചു. ഇംഗ്ലണ്ടിനിത് 3ാം സെമി. 1 ജയിച്ചപ്പോൾ 2 കാലിടറി. മെസ്സിയുടെ വിടവാങ്ങൽ ലോകകപ്പും ഇംഗ്ലണ്ടിന്റെ 60 വർഷത്തെ കാത്തിരിപ്പും തമ്മിലുള്ള പോരിൽ ആര് ജയിച്ചാലും അത് ചരിത്രം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.